ഇതെന്താണെന്ന് അറിയാവോ? ഇത് ആണ് ഇത് ഹൈഡ്രജനേറ്റഡ് വെജിറ്റബിൾ ഫാറ്റ് എന്ന് പറയും. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാവരും പറയുന്ന ചോക്ലേറ്റുകളിൽ, ബേക്കറി പലഹാരങ്ങളിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. കണ്ടോ, നമ്മുടെ കയ്യിലെ ടെമ്പറേച്ചറിൽ തന്നെ ഇത് മെൽറ്റായിട്ട് ഇത് ഓയിലോട്ട് പോകും. കണ്ടോ, ഓയിലായി. അപ്പോൾ ഇത് സാധാ റൂം ടെമ്പറേച്ചറിൽ ഇങ്ങനെ സോളിഡായിട്ടിരിക്കും. ഇതിനെ ഒരു 30 ഡിഗ്രി എബോവിലോട്ട് കൊണ്ടുവരുമ്പോൾ അത് ലിക്വിഡാവും. അതായത് ഇത് കണ്ടോ, ഇത് വെജിറ്റബിൾ ഓയിലാണ്, ഇത് കോക്കനട്ട് ഓയിലാണ്. ഇതിനെ ഹൈഡ്രജനേഷൻ എന്ന ഒരു പ്രോസസ്സിന് വിധേയമാക്കി, അതായത് ഒരു കെമിക്കൽ പ്രോസസ്സാണ്, ആ പ്രോസസ്സിന് വിധേയമാക്കിയിട്ടാണ് അതിനത് ഇങ്ങനെ ആക്കുന്നത്. ഇതിൽ നമ്മുടെ ഹൈഡ്രജനേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റം ഇതിനകത്തോട്ട് ഒരു കെമിക്കൽ പ്രോസസ്സ് വഴി ഇതിനകത്തോട്ട് കയറ്റും. മനസ്സിലായില്ലേ? ഇങ്ങനെ ആഡ് ചെയ്യുമ്പോഴാണ് ഇതിന് ഈ രൂപത്തിൽ കിട്ടുന്നത്. അതായത് ഇതിൻ്റെ ഇത്തരം ഓയിലിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് ഉയർത്തുകൂടെ ചെയ്യും. അതായത് സാധാരണ റൂം ടെമ്പറേച്ചറിൽ ഇത് മെൽറ്റ് ആവില്ല. 30-32 ഡിഗ്രിയൊക്കെ ആകുമ്പോൾ ഇത് മെൽറ്റായി ഇതുപോലെ ഓയിലായിട്ടിരിക്കും. അപ്പോൾ സാധാരണ ഇത് കണ്ടോ, നമ്മൾ ചോക്ലേറ്റ് എന്ന് പറഞ്ഞ് ഇത് വാങ്ങുന്ന സാധനങ്ങളാണ് ഇത്. അതായത് ഇതിനെ ചോക്ലേറ്റ് നമ്മൾ പറയാറില്ല, പകരം ഇതിനെ കോമ്പൗണ്ട് എന്നാണ് പറയുന്നത്. ഇതിനകത്ത് നമ്മുടെ കൊക്കോയുടെ ആ ഒരു അംശം എന്ന് പറയുന്നത് കൊക്കോ പൗഡർ മാത്രമാണ് ഇതിനകത്ത് ചേർന്നിട്ടുള്ളത്. ബാക്കി കൊക്കോ ബട്ടറോ ഒന്നും ഇതിനകത്തില്ല. ഇതിനകത്ത് കൊക്കോ ബട്ടറോ കൊക്കോ പൗഡറും ഈ വെജിറ്റബിൾ ഫാറ്റും പിന്നെ ഷുഗർ, മിൽക്ക് പൗഡർ, പിന്നെ വാനില എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇതുപോലെ ചോക്ലേറ്റ് ആക്കി എടുക്കുന്നത്. മനസ്സിലായി? ഇത് ചോക്ലേറ്റ് അല്ല, കോമ്പൗണ്ട് എന്നാണ് ഇതിന് സാധാരണ പറയുന്നത്. ഇതാണ് നിങ്ങൾ ഐസ്ക്രീം, അതുപോലെ തന്നെ പിന്നെ ബേക്കറി പലഹാരങ്ങളിൽ ഒക്കെ ഉപയോഗിക്കുന്നത് പിന്നെ ഈ കോമ്പൗണ്ടാണ്. കേക്ക് ഉണ്ടല്ലോ, വില കൂടി കേക്കുകളൊക്കെ ഉപയോഗിക്കുന്നതെല്ലാം ഈ കോമ്പൗണ്ടാണ്. അപ്പോൾ ഇത് ഒരു സ്വീറ്റ്സ് എന്ന നിലയിൽ നമ്മൾ കഴിക്കാം, കുഴപ്പമില്ല, കാരണം എല്ലാം ഒരു സ്വീറ്റ്സാണ് അത്. പക്ഷേ ചോക്ലേറ്റ് ആണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഇത് കഴിക്കുമ്പോൾ ചോക്ലേറ്റിൻ്റെ ഗുണം കിട്ടുമോ എന്ന് വിചാരിച്ച് കഴിക്കരുത്. ഇതങ്ങനെയല്ല. കാരണം ഇതിൽ ഈ ഒരു ഫാറ്റിൽ ട്രാൻസ് ഫാറ്റ് എന്ന് പറഞ്ഞൊരു സാധനം, ട്രാൻസ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കുന്ന ഒരു കെമിക്കലാണ്. ഇത് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തെടുക്കുന്നതായതുകൊണ്ട് അതിന് ട്രാൻസ് ഫാറ്റ് ഉണ്ടായിരിക്കും. ആ ട്രാൻസ് ഫാറ്റ് നമ്മുടെ ശരീരത്തെ എഫക്റ്റ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഈ ഒരു സ്വീറ്റ്സ് എന്നുള്ള രീതിയിൽ ഇത് നമ്മൾ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ഫുഡ് ഐറ്റമാണ്, എല്ലാം അപ്രൂവ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റം തന്നെയാണ്. പക്ഷെ ഇത് കഴിച്ചിട്ട് ചോക്ലേറ്റിൻ്റെ ബെനിഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി ഇത് കഴിക്കരുത്. ഇത് കോമ്പൗണ്ട് മാത്രമാണ്. ഓക്കെ, ഇനി ഞാൻ ഒറിജിനൽ ചോക്ലേറ്റും അത് നിർമ്മിക്കുന്ന രീതിയും ഞാൻ അടുത്ത വീഡിയോയിലൂടെ ഞാൻ ഇടുന്നതായിരിക്കും.